നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിയുടെ പ്രധാനപ്പെട്ട പ്രചരണ മുദ്രാവാക്യമായ വികസിത കേരളവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്കായി പാർട്ടി കേരള ഘടകം ഡൽഹിയിൽ ലൈസൺ ഓഫീസ് തുറന്നു. സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ട് വികസിത കേരളം പദ്ധതിയുടെ ബ്ലൂ പ്രിന്റ് സമർപ്പിച്ചതിന് പിന്നാലെയാണ് സൗത്ത് അവന്യൂവിൽ ഓഫീസ് തുറന്നത്. രഞ്ജിത്ത് തുടരുന്നുണ്ട്. രഞ്ജിത്ത്, കേരളത്തിലെ ഈ ഒരു നീക്കത്തിൻ്റെ ഭാഗമായി ഡൽഹിയിൽ ഒരു ലൈസൺ ഓഫീസ് എന്ന് പറയുമ്പോൾ എന്താണ് അതിലൂടെ ലക്ഷ്യമിടുന്നത്? എന്ത് തരം നീക്കമാണ് അതിലൂടെ ബി.ജെ.പി ലക്ഷ്യമിടുന്നത്? സൈത്ത്, നമുക്കറിയാം കേരള സർക്കാരിന് ഡൽഹിയിൽ പ്രത്യേക ഓഫീസുണ്ട്. നേരത്തെ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് KV തോമസ് ആയിരുന്നു കേന്ദ്ര സർക്കാരും കേരള സർക്കാരും തമ്മിലുള്ള കാര്യങ്ങൾ ഏകോപിപ്പിക്കാനായി പ്രത്യേക ഉദ്യോഗസ്ഥനായി അവിടെ ജോലി ചെയ്തിരുന്നത്. ഇപ്പോൾ അതിന് പകരം ഒരു പോസ്റ്റിംഗ് നടക്കാനിരിക്കുന്നതേ ഉള്ളൂ. ഇതിനിടയിലാണ് BJP കുറച്ച് കൂടി മുൻകൂട്ടി ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് ശ്രദ്ധേയമാണ്. ഒരുപക്ഷെ ആദ്യമായി ആയിരിക്കും കേരളത്തിൻ്റെ ഒരു ലൈസൺ ഓഫീസ് ഇവിടെ ഭരണത്തിലില്ലാത്ത ഒരു പാർട്ടി, പ്രത്യേകിച്ചും കേരളത്തിലുള്ള ഒരു പാർട്ടി ഡൽഹിയിൽ തുടങ്ങുന്നത് എന്നാണ് ഇതിൻ്റെ ശ്രദ്ധേയം. നമുക്കറിയാം വികസിത കേരളം എന്ന രീതിയിൽ 2026 തെരഞ്ഞെടുപ്പ് സമയത്ത് BJP മുന്നോട്ട് വെച്ച വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. അത് നടപ്പിലാക്കിയെടുക്കുക എന്നതാണ് ലക്ഷ്യമെന്നാണ് BJPയുടെ സംസ്ഥാന അധ്യക്ഷനും നേമം MLAയും കൂടിയായ രാജീവ് ചന്ദ്രശേഖർ ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട ഒന്ന് തിരുവനന്തപുരം ഔട്ടർ റിംഗ് റോഡ് ആണ് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഔട്ടർ റിംഗ് റോഡ് എന്നുള്ളത് BJPയുടെ കേരള ഘടകത്തിൻ്റെ ഒരു സ്വപ്ന പദ്ധതിയാണ്. ബ്ലൂ പ്രിന്റിലെ ആദ്യ ഇനം അതാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. മറ്റൊന്ന് നമാമി ഗംഗാ മാതൃകയിൽ, നമുക്കറിയാം ഗംഗയുടെ ശുചിത്വത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടപ്പിലാക്കിയ നമാമി ഗംഗാ മാതൃകയുണ്ട്. അതിൻ്റെ മാതൃകയിൽ പമ്പ, പാർവതി, പുത്തനാർ എന്നീ നദികളുടെ സംരക്ഷണ പുനരുജ്ജീവന പദ്ധതി, ഈ പദ്ധതി വളരെ പ്രധാനപ്പെട്ട ഒന്നായി ഈ ബ്ലൂ പ്രിന്റിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അത് മാത്രമല്ല, നിലവിലെ തീവണ്ടി പാതകൾ 3ഉം 4ഉം വരിയാക്കുക എന്നുള്ള ആവശ്യം കൂടി ഇതുമായി ബന്ധപ്പെട്ട കേന്ദ്ര സർക്കാരിന്റെ മുന്നിൽ എത്തിക്കുക എന്ന ലക്ഷ്യം കൂടിയുണ്ട്. ഇതുകൂടാതെ റെയിൽവേയിലെ സിഗ്നൽ പരിഷ്കാരം ഈ ബ്ലൂ പ്രിന്റിന്റെ ഭാഗമായി കേന്ദ്രത്തിന് മുന്നിൽ സമർപ്പിക്കാൻ ലക്ഷ്യം വെക്കുന്നുണ്ട്. വന്ദേ ഭാരത് സ്ലീപ്പർ തീവണ്ടിയുമായി ബന്ധപ്പെട്ട ആവശ്യം BJP സംസ്ഥാന നേതൃത്വം കേന്ദ്രത്തോട് ഉന്നയിക്കുന്നുണ്ട്. അത് ഉടൻ സാധ്യമാകുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഉള്ളത്. ഏതായാലും കേരളത്തിൽ പുതിയ പദ്ധതികൾ കൊണ്ടുവരുന്നതിനും ദേശീയപാത റെയിൽവേ വികസനത്തിലെ പോരായ്മകൾ പരിഹരിക്കുന്നതിനും ഇടനിലയായി BJPയുടെ ലൈസൺ ഓഫീസ് പ്രവർത്തിക്കും എന്നാണ് ഇപ്പോൾ BJPയുടെ കേന്ദ്രങ്ങൾ അവകാശപ്പെടുന്നത്. കേന്ദ്ര പദ്ധതികളുടെ ഗുണം അത് കൃത്യമായി BJPയിലൂടെ തന്നെ സംസ്ഥാനത്തേക്ക് എത്തിക്കുക, അതായത് ഇത് നടപ്പിലാക്കുന്നത് തങ്ങൾ വഴിയാണ് എന്ന ബോധ്യം കൂടി കേരളത്തിൽ സൃഷ്ടിക്കുക എന്ന ലക്ഷ്യം കൂടി ഇതിന് പിന്നിലുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, മുതിർന്ന നേതാവ് PK കൃഷ്ണദാസിനാണ് ഈ പദ്ധതികളുടെ ഈ ഓഫീസിൻ്റെ ഒക്കെ ഏകോപന ചുമതല എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇത് മാത്രമല്ല, ഏകോപനത്തിനും മേൽനോട്ടത്തിനുമായി ഡൽഹിയിലും കേരളത്തിലും ഉപസമിതികൾ രൂപീകരിക്കും എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. ഏതായാലും മുഴുവൻ കേന്ദ്ര മന്ത്രാലയങ്ങളുമായും ബന്ധപ്പെട്ട കാര്യങ്ങൾ നടപ്പിലാക്കിയെടുക്കുക എന്ന ലക്ഷ്യം കൂടി ഇതിന് പിന്നിലുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അത് മാത്രമല്ല, കേന്ദ്ര പദ്ധതികളുടെ പ്രഖ്യാപനമടക്കം പത്രസമ്മേളനങ്ങളിലൂടെ അറിയിക്കണം. കേരളത്തിലെ നേതാക്കൾ തന്നെ അതിന് മുൻകൈയെടുത്ത് കേന്ദ്രത്തിന് കേരളവുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രഖ്യാപനങ്ങൾ ഉണ്ടാവുമല്ലോ സ്വാഭാവികമായും. അത് ഇതുവരെ നമ്മൾ മാധ്യമങ്ങളിലൂടെയാണ് അറിഞ്ഞിരുന്നതെങ്കിൽ ഇനിയിപ്പോൾ നേതാക്കൾ തന്നെ വാർത്താ സമ്മേളനം നടത്തി ഇത് അറിയിക്കണം എന്ന നിർദ്ദേശം BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ നൽകിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഏതായാലും ഒപ്പം ഈ സംസ്ഥാന ഓഫീസുകളിൽ ഇപ്പോൾ നിരവധി നിവേദനങ്ങൾ ലഭിക്കുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. MLAമാർക്ക് മാത്രമല്ല, കേന്ദ്രത്തിലേക്ക് എത്തിക്കാനും മറ്റും, ഒപ്പം കേരളത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടി നിരവധി നിവേദനങ്ങൾ ഉണ്ടാകും. ഇത് കേന്ദ്ര മന്ത്രാലയങ്ങൾക്ക് കൈമാറുക, പ്രത്യേകിച്ചും കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിയെ ഇപ്പോൾ സുരേഷ് ഗോപി മാത്രമാണുള്ളത്, അദ്ദേഹത്തിൻ്റെ ഓഫീസിലടക്കം കൈമാറുക എന്ന ലക്ഷ്യം കൂടി ഈ ലൈസൺ ഓഫീസുമായി ബന്ധപ്പെട്ട് ഉപയോഗപ്പെടുത്തും എന്നാണ് ഇപ്പോൾ BJP വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ഒരുപക്ഷെ ആദ്യമായാണ് ഇങ്ങനെ ഒരു സംവിധാനം ഡൽഹിയിൽ ഒരുങ്ങുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഈ ഒരു തീരുമാനം കഴിഞ്ഞ കോർ കമ്മിറ്റി യോഗത്തിലടക്കം BJP നേതൃത്വം എടുത്ത ഒരു തീരുമാനമാണ് എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. പക്ഷേ ഇപ്പോൾ അത് യാഥാർത്ഥ്യമാക്കാനുള്ള ശ്രമത്തിലാണ് PK കൃഷ്ണദാസിന്റെ നേതൃത്വത്തിൽ ഡൽഹിയിൽ ഒരു ലൈസൺ സംവിധാനം, അതിനായി ഓഫീസ് അടക്കം എടുത്തുകൊണ്ടാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കമാണ് ഇപ്പോൾ BJPയുടെ ഭാഗത്ത് നിന്ന് കേന്ദ്ര പദ്ധതികളുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നത് എന്നാണ് ഇതിൻ്റെ ഒരു ആകത്തുക. സൈത്ത്, അതെ, അതാണ് സാഹചര്യം. കേന്ദ്ര ഭരണം കേരളത്തിൽ നേട്ടമാക്കുക, അതിനുവേണ്ടിയുള്ള ലൈസൺ വർക്കുകൾ, അതാണ് കൃത്യമായി BJP പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ കേന്ദ്ര പദ്ധതികളുടെ എല്ലാം സംസ്ഥാനത്ത് നിന്നുള്ള ഒരു നീക്കവും ഏകോപനവും ആ തരത്തിൽ കൂടി BJP ലക്ഷ്യമിടുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, BJPയിൽ ദേശീയ തലത്തിലുള്ള പുനഃസംഘടന വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. നിതിൻ നബീൻ്റെ പുതിയ ടീം, അദ്ദേഹത്തിന് ചുമതലയേറ്റതിന് ശേഷമുള്ള പുനഃസംഘടന ഇതുവരെ നടന്നിട്ടില്ല. അപ്പോൾ ചില പ്രധാനികളൊക്കെ കേന്ദ്ര
നേതൃത്വത്തിലേക്ക് BJP-യിലേക്ക് കടന്നു വരികയാണ്. അതിൻ്റെ ഭാഗമായി അനുരാഗ് ഠാക്കൂറും ഒപ്പം തന്നെ സ്മൃതി ഇറാനിയും ദേശീയ നേതൃത്വത്തിലേക്ക് വീണ്ടും വരും എന്ന സൂചന കൂടിയുണ്ട്. BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ തൻ്റെ പുതിയ ടീമിനെ ഇന്ന് പ്രഖ്യാപിക്കാനിരിക്കെയാണ് ദേശീയ തലത്തിലുള്ള നിർണായകമായ മാറ്റങ്ങൾ സംബന്ധിച്ച റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. പുനഃസംഘടനയിൽ അനുഭവ സമ്പത്തും പുതുതലമുറയുടെ ഊർജ്ജവും ഒരുപോലെ സംയോജിപ്പിക്കാനാണ് BJP-യുടെ നീക്കം. കേരളത്തിൽ നിന്നുള്ള ചില പ്രധാനികൾ കൂടി ദേശീയ തലത്തിലേക്ക് വരും എന്ന സൂചനകൾ കൂടിയുണ്ട്. രഞ്ജിത്ത് തുടരുന്നുണ്ട്. രഞ്ജിത്ത്, കേരളത്തിൽ K. സുരേന്ദ്രനെ പോലെയുള്ളവർ ദേശീയ തലത്തിലുള്ള പ്രമുഖ പദവികളെത്തും എന്ന സൂചനകൾ കൂടിയുണ്ട്. ഇതിന് പുറമെ എന്തൊക്കെയാണ് BJP-യിൽ നടത്താൻ പോകുന്ന പ്രധാനപ്പെട്ട മാറ്റങ്ങൾ? ഈ കേരളത്തിന്റെ പ്രതീക്ഷ നേരത്തെ നമുക്കറിയാം, ജോർജ് കുര്യൻ കേന്ദ്രമന്ത്രി സ്ഥാനം ഒഴിഞ്ഞ ഒരു വേക്കൻസി കേരളവുമായി ബന്ധപ്പെട്ട് മോദി മന്ത്രിസഭയിലുണ്ട്. അതിന് പകരക്കാരനായി ആര് വരും എന്നുള്ള ഒരാകാംക്ഷയിലാണ് കേരളം പ്രത്യേകിച്ചും. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ പല പേരുകൾ പരിഗണനയിലുണ്ട് എങ്കിൽ പോലും ഇതുമായി ബന്ധപ്പെട്ട ഒരു അന്തിമ രൂപം ഇപ്പോൾ ഉടനെ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ്. പല പേരുകൾ അന്തരീക്ഷത്തിലുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതിൽ ഒരു സ്ഥാനം എന്തായാലും കേരളത്തിൽ ലഭിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ദേശീയ തലത്തിൽ പ്രവർത്തിക്കാനായി ചില ആളുകളുടെ പേരുകൾ ഇതിനകം തന്നെ നേതൃത്വം മുന്നിൽ കണ്ടിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. അതിലൊന്ന് ഏറ്റവും പ്രധാനി അനിൽ ആന്റണിയാണ്. അനിൽ ആന്റണി ഇപ്പോൾ ദേശീയ തലത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനം വഹിക്കുന്ന ഒരാൾ കൂടിയാണ്. ഒപ്പം അനൂപ് ആന്റണിയുടെ പേരും കേൾക്കുന്നുണ്ട്. അനൂപ് ആന്റണിയും അനിൽ ആന്റണിയും ഇതുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിലേക്ക് എത്തും എന്നാണ് മനസ്സിലാക്കേണ്ടത്. മറ്റൊരു പേര് K. സുരേന്ദ്രൻ്റെതാണ്. സുരേന്ദ്രൻ്റെ പ്രായം ഒരു പ്രശ്നമാണ്. പക്ഷേ പ്രായത്തിൻ്റെ പ്രശ്നം മാറ്റി നിർത്തിയാൽ ഒരുപക്ഷേ ഇതുമായി ബന്ധപ്പെട്ട നിർണായകമായ ഒരു പദവിയിലേക്ക്, ദേശീയ ജനറൽ സെക്രട്ടറി അടക്കമുള്ള ഒരു പദവിയിലേക്ക് K. സുരേന്ദ്രൻ എത്തും എന്നുള്ള വിവരങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ദേശീയ തലത്തിൽ നോക്കിയാൽ കുറച്ച് നാളുകളായി, പ്രത്യേകിച്ചും UP-യിലെ അമേഠിയിൽ തോറ്റതിന് ശേഷം സംഘടനാ പ്രവർത്തനങ്ങളിലും ഒന്നും അത്ര സജീവമല്ലാത്ത ഒരാളാണ് സ്മൃതി ഇറാനി. നമുക്കറിയാം, നല്ല പ്രാസംഗികയാണ്, അനുഭവ സമ്പത്തുള്ള നേതാവാണ്. മോദിക്കായി പാർലമെന്റിൽ നിരവധി തവണ സർക്കാരിനായി വാദിച്ചിരുന്ന കേന്ദ്രമന്ത്രി കൂടിയാണ്. അപ്പോൾ സ്മൃതി ഇറാനിയുടെ സേവനം പ്രയോജനപ്പെടുത്തണം എന്ന വിചാരത്തിലേക്ക് ഇപ്പോൾ BJP-യുടെ ദേശീയ അധ്യക്ഷൻ എത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അങ്ങനെയെങ്കിൽ സ്മൃതി ഇറാനി വളരെ നിർണായകമായ ഒരു പോസ്റ്റിലേക്ക് BJP-യുടെ ദേശീയ നേതൃത്വത്തിലേക്ക് തിരിച്ചെത്തുമെന്നുള്ള സൂചനകൾ പുറത്തു വരുന്നുണ്ട്. അതുമാത്രമല്ല, അനുരാഗ് ഠാക്കൂർ മോദി മന്ത്രിസഭയിലടക്കം കാര്യക്ഷമമായി പ്രവർത്തിക്കുകയും മികച്ച ട്രാക്ക് റെക്കോർഡുള്ള ഒരു യുവ നേതാവ് കൂടിയാണ്. അപ്പോൾ അനുരാഗ് ഠാക്കൂറിനും നിർണായക പദവി കിട്ടും എന്നുള്ള സൂചനകൾ കൂടി ഇപ്പോൾ പുറത്തു വരുന്ന ഒരു പശ്ചാത്തലമുണ്ട്. ഏതായാലും അനുഭവ പരിചയവും ഒപ്പം യുവതലമുറയുടെ സമ്പത്തും കൂടി ഒരുമിപ്പിച്ചുകൊണ്ടുള്ള ഒരു പുനഃസംഘടനയ്ക്കാണ് BJP ലക്ഷ്യം വെക്കുന്നത് എന്നാണ് ഇപ്പോൾ ദേശീയ കേന്ദ്രങ്ങൾ വ്യക്തമാക്കുന്നത്. ഏതായാലും നമുക്കറിയാം, 45 വയസ്സ് മാത്രമാണ് BJP-യുടെ ദേശീയ അധ്യക്ഷന് ഉള്ളത്. അപ്പോൾ ഏറ്റവും പ്രായം കുറഞ്ഞ അധ്യക്ഷനെ ചുമതലയിൽ ഏൽപ്പിക്കുക എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കർത്തവ്യം BJP നിർവഹിക്കുകയും മറ്റും ചെയ്തിരുന്നു. അപ്പോൾ അവർക്കൊപ്പം യുവാക്കൾക്കും ഒപ്പം സ്ത്രീകൾക്കും പ്രാതിനിധ്യം നൽകുന്ന അതിനൊപ്പം പ്രാദേശികമായ ചില ഘടകങ്ങൾ കൂടി ഉണ്ടല്ലോ, അതുകൂടി ഉറപ്പാക്കുന്ന തരത്തിലാകും പുനഃക്രമീകരണം എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഏതായാലും നേരത്തെ പറഞ്ഞ പോലെ ലോക്സഭാ എം പി കൂടി അനുരാഗ് ഠാക്കൂറും സ്മൃതി ഇറാനിയുമാണ് ഇപ്പോൾ BJP കൃത്യമായി ലക്ഷ്യം വെക്കുകയും അവരെ കൂടുതൽ കൃത്യമായി പ്രതിഷ്ഠിക്കാനൊക്കെയുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയും മറ്റും ചെയ്യുന്നത്. ഒപ്പം 2027 തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന പ്രധാനപ്പെട്ട ചില സംസ്ഥാനങ്ങൾ കൂടിയുണ്ട്. ഈ തെരഞ്ഞെടുപ്പുകളെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള മാറ്റങ്ങൾ കൂടി ഉണ്ടാകും. ഒപ്പം UP അടക്കമുള്ള സ്ഥലങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നു. അത്തരം തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള പ്രധാനപ്പെട്ട മാറ്റങ്ങൾ കൂടി ഉണ്ടാകും എന്നുള്ള സൂചനകൾ കൂടി പുറത്തു വരുന്നുണ്ട്. ഏതായാലും മുഖം മിനുക്കിയുള്ള എല്ലാ തലങ്ങളിലും പ്രാധാന്യം നൽകിയുള്ള ഒരു മന്ത്രിസഭാ പുനഃസംഘടനയ്ക്കാണ് ഇപ്പോൾ BJP-യുടെ ദേശീയ അധ്യക്ഷൻ ലക്ഷ്യം വെക്കുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. സൈത്ത്, അതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും വലിയ തരത്തിലുള്ള പുനഃസംഘടനയാണ് വരാൻ പോകുന്നത്. പുതിയൊരു ടീം ദേശീയ തലത്തിൽ BJP-യെ തയ്യാറെടുക്കാൻ പോവുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.